പെരുമ്പാവൂർ കൂവപ്പടിയിലെ ഗ്രാമവീഥികളിലൂടെ പകലിരവുകളില്ലാതെ തമിഴ്നാട്ടുകാരനായ ധാരാപുരം പി ദേവരാജനും സംഘവും നാഗസുര നെയ്യാണ്ടി മേളവുമായി വീടുകൾ തോറും കയറിറങ്ങുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി. കൂവപ്പടി മാരിയമ്മൻ കോവിലിൽ നിന്നുള്ള അഗ്നികരകമേന്തിയ ഭക്തസംഘത്തിന്റെ അകമ്പടി വാദ്യക്കാരാണ് ഇവർ. 20 വർഷമായി ദേവരാജന്റെ നാഗസ്വര വായന ആണ്ടിലൊരിക്കൽ ഭക്തിപൂർവ്വം കേൾക്കുന്നവരാണ് കൂവപ്പടിക്കാർ. നാഗസ്വര വാദനത്തിലെ പ്രശസ്ത വിദ്വാനായിരുന്ന തമിഴ്നാട് തിരുപ്പൂർ ധാരാപുരം പൊന്നുസ്വാമി മുതലിയാർ ശൈലിയുടെ പ്രയോക്താവായി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ധാരാപുരം ദേവരാജൻ സീവാളിയൂതി തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ട് പിന്നിടുന്നു. സംഗീത ജീവിതത്തിന്റെ ഈ അപൂർവ ആഘോഷവേളയിൽ കൂവപ്പടി മാരിയമ്മയ്ക്ക് മുമ്പിൽ നാദാർച്ചന നടത്തുവാൻ ദേവരാജൻ വീണ്ടുമെത്തിയത് ജനുവരി 3-നാണ്. രണ്ടു പതിറ്റാണ്ടായി മാരിയമ്മൻ കോവിലിലെ 5 ദിവസം നീണ്ടുനിൽക്കുന്ന അമ്മൻകുടം ഉത്സവത്തിന്റെ മേളക്കാരായി ദേവരാജനും സംഘവും പതിവ് തെറ്റാതെ എത്തുന്നുണ്ട്. അച്ഛൻ ധാരാപുരം ബൽരാജ തമിഴ്നാട്ടിലെ പ്രശസ്തനായ നാഗസ്വര കലാകാരനായിരുന്നു. 13ാമത്തെ വയസ്സിൽ അച്ഛനോടൊപ്പം ശ്രുതിപ്പെട്ടി മീട്ടിയും താളം പിടിച്ചും തുടക്കമിട്ട ദേവരാജനിപ്പോൾ 58 വയസ്സുണ്ട്. പൊന്നുസ്വാമി മുതലിയാർക്ക് ശേഷം ധാരാപുരം ഷൺമുഖ സുന്ദരത്തിൽ നിന്നുമായിരുന്നു ഉപരിപഠനം. ഇവരിൽ നിന്നെല്ലാം സ്വായത്തമാക്കിയത് കർണാടക സംഗീത ശൈലിയാണെങ്കിലും തമിഴ് നാടോടി സംഗീത ഗണത്തിൽ വരുന്ന ത്രസിപ്പിക്കുന്നതും ചടുലവുമായ നെയ്യാണ്ടി മേളത്തിലെ അമരക്കാരനായിട്ടാണ് ധാരാപുരം ദേവരാജൻ കേരളത്തിലെത്തുമ്പോൾ അറിയപ്പെടുന്നത്.